സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത്, ഞാൻ ഇന്ന് പത്രത്തിൽ വായിച്ച 6 വാർത്തകളാണ്. ഇത് നിങ്ങൾ വായിച്ച വാർത്തകൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ കമന്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരുന്നതാണ്. അപ്പോൾ നമ്മളിത് 75 ദിവസം 75 ക്ലാസ്സുകൾ എന്നുള്ള പരമ്പരയിലെ 15ാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ത്യ ആൻഡ് ചൈന indulged in a fresh skirmish on the line of actual control in the eastern Ladakh, where the militaries of both countries fired in the air to scare and push back each other. Okay, ഇവിടെ പറയുന്ന ഇന്ത്യയും ചൈനയും ഇൻഡൾജ് ചെയ്യാന്ന് പറഞ്ഞാൽ മുഴുക ഇൻ എ ഫ്രഷ് സ്കിമ്മിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഏറ്റുമുട്ടലിനാണ് പറയുന്നത്. എവിടെയാണ് സംഭവിച്ചത്? ഇൻ ദ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, LAC, ലൈൻ ഓഫ് കൺട്രോൾ. നമുക്ക് നമ്മുടെ അത്രയും അതിർത്തി നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കൈവശമുള്ള അതിർത്തി അല്ലെ. ഇൻ ദ ഈസ്റ്റേൺ ലഡാക്ക്, where the militaries of the both countries fired in the air to scare and push back each other. Okay, എന്നാ സംഭവിച്ചത്? രണ്ട് രാജ്യങ്ങളും, ഇന്ത്യയുടെയും ചൈനയുടെയും മിലിറ്ററി എന്ത് ചെയ്തു? അതിനെ വെടിവെച്ചു, മുകളിലേക്ക് വെടിവെച്ചു എന്നാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയാണ്? സ്കെയർ ചെയ്യാൻ, പേടിപ്പിക്കുക അല്ലെ. ആൻഡ് പുഷ് ബാക്ക്, പുറകോട്ട് മാറ്റാൻ വേണ്ടി, അവരുടെ രാജ്യത്തേക്ക് മാറാൻ വേണ്ടി അല്ലെ, പിൻവാങ്ങാൻ വേണ്ടി ചെയ്തു. After the video conference with CM Pinarayi Vijayan, MPs from Kerala decided to exert pressure on central government in both the houses against its move to lease out the Thiruvananthapuram International Airport to the private sector. After the video conference with Pinarayi Vijayan, okay, നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയനുമായിട്ടുള്ള വീഡിയോ കോൺഫറൻസ് കഴിഞ്ഞ് MPs ഫ്രം ദ കേരള, MP-മാർ എന്ത് ഡിസൈഡ് ചെയ്തു? ടു എക്സർട്ട് പ്രഷർ. എക്സർട്ട് എന്ന് പറഞ്ഞാൽ ചൊലുത്തുക എന്നുള്ളതാണ്. സമ്മർദ്ദം ചൊലുത്താൻ തീരുമാനിച്ചു ഓൺ ദ സെൻട്രൽ ഗവൺമെന്റിന്റെ മേൽ. എവിടെയൊക്കെ? ബോത്ത് ദ ഹൗസസ്, ലോക്സഭയിലും രാജ്യസഭയിലും. എന്തിന് എഗ്നിസ്റ്റ് ഇറ്റ് മൂവ്? ഗവൺമെന്റ് തീരുമാനിച്ചത് ലീസ് ഔട്ട് ചെയ്യാൻ, വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി. ഏത്? തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്. ആർക്ക്? ടു ദ പ്രൈവറ്റ് സെക്ടർ. നമുക്കറിയാം അദാനി ഗ്രൂപ്പിനാണ് അല്ലെ. ഇവിടെ ട്രിവാൻഡ്രം എന്ന് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ നമുക്ക് എന്താണ് പേരായിട്ട് പറയണം. അതിന്റെ പേര് തിരുവനന്തപുരം എന്നാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഇംഗ്ലീഷിൽ അതിന് ട്രിവാൻഡ്രം ഒന്നും വരില്ല, തിരുവനന്തപുരം എന്ന് തന്നെയാണ് വരുന്നത്. ഇനി മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ MP-മാരുടെ കാര്യം പറഞ്ഞല്ലോ. ഇനി മറ്റൊരു കാര്യം, അക്കോർഡിംഗ് ടു ദ ഒഫീഷ്യൽ സോഴ്സസ്, കോൺഗ്രസ് ലീഡർ ആൻഡ് തിരുവനന്തപുരം MP ശശി തരൂർ stuck to his position, backing the center's move to lease out the airport for 50 years to Adani Enterprises. എന്താണ് ശശി തരൂറിന്റെ എന്താണ് പുള്ളിയുടെ ആ ഒരു പഴയ തീരുമാനം ഉണ്ടായിരുന്നു. എന്താണ്? ആ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, BJP ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്താണ് ലീസിന് കൊടുക്കുന്നതാണ് നല്ലതെന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം എന്നാണ് പറഞ്ഞത്. അപ്പൊ ന്യൂസ് ഇംഗ്ലീഷ് ആണ് അല്ലെ. അതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ആരാണ് ഇത് പറഞ്ഞതെന്നോ ആ സോഴ്സസ് ഒന്നും പറഞ്ഞില്ല, ഒഫീഷ്യൽ സോഴ്സസ് മാത്രമേ പറയുന്നുള്ളൂ. അത് ശ്രദ്ധിക്കുക അല്ലെ. ന്യൂസ് ഇംഗ്ലീഷിന് നമ്മൾ 2 ക്ലാസ്സുകൾ ചെയ്തതാണ്, നിങ്ങളിത് കാണുക. കേരള ഹാസ് once again emerged as the most literate state in the country with 96.2% literacy, according to the report based on National Statistical Office survey. Andhra Pradesh featured at the bottom with a rate of 66.4% in the list. ഇവിടെ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള, സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് വീണ്ടും കേരള അല്ലെ. എഗെയിൻ എമേഴ്ജ്ഡ് ആസ്. എമേർജ് എന്ന് പറഞ്ഞാൽ ഉയർന്നു വരിക എന്നുള്ളതാണ്. ഇപ്പൊ എഗെയിൻ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ അങ്ങനെയായിരുന്നു അല്ലെ, അതുകൊണ്ടായിരിക്കില്ല അങ്ങനെ പറഞ്ഞത്. നമുക്ക് എത്രയാണ് നമ്മുടെ സാക്ഷരതയുടെ പെർസെന്റ്? 96.2% ആണ് നമ്മുടെ സാക്ഷരത. അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും താഴെ നിൽക്കുന്ന ആരാണ്? ആന്ധ്രാപ്രദേശ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നലത്തെ ന്യൂസിനകത്ത് നമ്മൾ കണ്ടായിരുന്നു എന്താണ്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഒരു സർവേ. ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സംസ്ഥാനങ്ങളുടെ സർവേയില് കേരളം 28ആയിരുന്നു. പക്ഷെ അവിടെ 1ാം സ്ഥാനം ആർക്കായിരുന്നു? ആന്ധ്രാപ്രദേശിനായിരുന്നു അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വാർത്ത കണ്ടതാണ്. The Excise Department has recommended opening of the bars in Kerala. The recommendation comes after the bars were opened in many states as a part of Unlock 4. Excise Department എന്താണ് റെക്കമെൻഡ് ചെയ്ത് ഗവൺമെന്റിനോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ല. അതാണല്ലോ റെക്കമെൻഡേഷൻ. എന്താണ് റെക്കമെൻഡ് ചെയ്ത്? ബാറുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തു. എപ്പോഴാണ് ഈ റെക്കമെൻഡേഷൻ? ദ റെക്കമെൻഡേഷൻ കംസ് ആഫ്റ്റർ ബാർസ് വെർ ഓപ്പൺഡ് ഇൻ മെനി സ്റ്റേറ്റ്സ്. ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് സംസ്ഥാനങ്ങളിൽ ബാർ ഓപ്പൺ ചെയ്തു അൺലോക്ക് 4ന്റെ ഭാഗമായിട്ട്. അതുകൊണ്ടാണ് ഇവരും റെക്കമെൻഡ് ചെയ്തത് അല്ലെ. ദ എക്സൈസ് കമ്മീഷണർ ഹാസ് റെക്കമെൻഡഡ് ദാറ്റ് കേരള ക്യാൻ അലൗ ബാർസ് ടു ഓപ്പൺ ആസ് പഞ്ചാബ്, ബംഗാൾ, കർണാടക ആൻഡ് തമിഴ്നാട് ഹാവ് ഓൾറെഡി ഡൺ സോ. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇത്രയും സംസ്ഥാനങ്ങളൊക്കെ ഹാവ്
ഓൾറെഡി ഡൺ സോ. ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, അവരൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ എന്നുള്ളതാണ് അവിടെ സോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. The Kottayam police have arrested a 24-year-old man in connection with the suicide of a young woman after he backed out of the marriage fixed with her. നമ്മൾ കണ്ടതിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു കൊട്ടയം കേസ് അല്ലെ, ഒരു യുവതി ആത്മഹത്യ ചെയ്തു അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട് 24 വയസ്സുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം എപ്പോഴും ബാക്ക് ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ പിൻവാങ്ങുക എന്നുള്ളതിനർത്ഥം മാരേജ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് പിൻവാങ്ങി എന്നാണ് അവിടെ അർത്ഥം. വെറ്ററൻ സിംഗർ SP Balasubramaniam has tested COVID-19 negative but continues to remain on the ventilator. The news was shared by his son SP Charan on Monday in an Instagram video post. വെറ്ററൻ എന്ന് പറഞ്ഞാൽ പാഠവുമുള്ള ഒരു വ്യക്തി, വിദഗ്ധനായിട്ടുള്ള ഏതെങ്കിലും ആ പ്രവൃത്തി മേഖലകളിൽ അസാമാന്യ അനുഭവ സമ്പത്തുള്ള. ഇവിടെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് എന്തിലാണ്? വെറ്ററൻ സിംഗർ എന്നാണ് പറയുന്നത് അല്ലെ, അദ്ദേഹത്തിന് പാടാനാണ് കഴിവ് കൂടുതലും. അത് ആ ബാലസുബ്രഹ്മണ്യം നമ്മൾ കണ്ടായിരുന്നു കോവിഡ് ആയിട്ട് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു അല്ലെ, അദ്ദേഹത്തെ ഇപ്പോൾ COVID-19 നെഗറ്റീവ് ആയിട്ട് അദ്ദേഹത്തിന്റെ കോവിഡ് മാറി, എന്നാലും അദ്ദേഹം വെന്റിലേറ്ററിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ദ ന്യൂസ് വാസ് ഷെയർഡ്. ഇതാരാണ് ഈ ന്യൂസ്? ഈ ന്യൂസിനാണ് പ്രാധാന്യമില്ല, അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിരിക്കുന്നത് പാസീവ് വോയിസ് ആണ്. ആരാണ് ഷെയർ ചെയ്ത്? ബൈ ഹിസ് സൺ SP ചരൺ ആണ് അത് ഷെയർ ചെയ്ത് എവിടെ? ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.